Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് ഒരുപാട് പണികളൊന്നും ഉള്ളത് ചെയ്തെടുക്കാനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിലാണ് ഈ ഒരു പലഹാരത്തിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു പലഹാരത്തിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ ഞാനിവിടെ 1.25 കപ്പ് അളവിലാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവ നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.25 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1-2 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു റവയെല്ലാം നല്ല രീതിയിൽ അരഞ്ഞു കിട്ടുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1.25 കപ്പ് റവയിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, സോഡാപ്പൊടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാന് വെച്ച് കൊടുക്കാം. ഏത് പാന് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. സോസ് പാനോ ഫ്രൈ പാനോ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ അല്പം നെയ്യും കൂടെ തടവി കൊടുത്തിരുന്നു കേട്ടോ. ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സോ കിസ്മിസോ ഒക്കെ വറുത്ത് കോരി മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബാറ്റർ കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ അടർന്ന് പോയി കേട്ടോ. ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും. ചൂടാറിയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ മക്കൾക്ക് ഇതുപോലെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് കേക്ക് കട്ട് ചെയ്യുന്ന പോലെയും കുറച്ച് സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.